നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ എന്താ പറയുക ഒരുപാട് പ്രിയപ്പെട്ട ഒരു സംഭവമായിരുന്നു നമ്മുടെ ഫ്രൂട്ടി. അപ്പോൾ ഫ്രൂട്ടി എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ എളുപ്പത്തിൽ എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ റമദാൻ തുടങ്ങിയായില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ നാട്ടിലൊക്കെ എല്ലായിടത്തും, നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും നമ്മുടെ മാങ്ങയുടെ സീസണാണ്. പച്ചമാങ്ങയും കിട്ടും, പഴുത്ത മാങ്ങയും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടി. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ മുതൽ നമ്മുടെ റമദാൻ തുടങ്ങിയാണ്. എല്ലാവർക്കും ഒരു നല്ല റമദാൻ മാസം ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിയാണ് നമുക്ക് എങ്ങനെയാണ് ഈസി പീസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രൂട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 4 പഴുത്ത മാമ്പഴവും പിന്നെ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമാങ്ങയുടെ അളവ് എന്ന് പറയുന്നത് ഒരുപാട് പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പച്ചമാങ്ങയുടെ പുളിയൊന്നും ജസ്റ്റ് നോക്കാം, എങ്ങനെ പുളിയുള്ള മാങ്ങയാണോ എത്ര പുളി ഉണ്ടെന്നൊന്നും അറിയാലോ. ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല പുളിയുണ്ട്. അപ്പം ഞാൻ 1.5 മാങ്ങ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി വെക്കാം. അതിനുശേഷം നമുക്ക് കുക്കറിലാണ് മാമ്പഴവും പച്ചമാങ്ങയും കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ മാമ്പഴം ചെത്തിയതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയർ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴവും അതുപോലെ തന്നെ പച്ചമാങ്ങയും ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അൽഫോൺസ മാമ്പഴമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അൽഫോൺസ മാമ്പഴമാണ് ഏറ്റവും ബെസ്റ്റ്. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും മാമ്പഴം ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിലോട്ട് ഈ മാങ്ങ ഇട്ട് കൊടുക്കുക. കുക്കറിൽ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ജോലി കഴിയും. സാധാരണ രീതിയിൽ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കാവും പെട്ടെന്ന്. പക്ഷേ ഇതാണ് ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര പാനി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണ്ടോ യാതൊരു ആവശ്യമില്ല. ഇതിൽ തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് 1.25 ഗ്ലാസ് പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ. ഞാൻ 2 ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ട് ആദ്യത്തെ ബാച്ച് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒരുപാട് അങ്ങ് മധുരം കൂടിപ്പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ 1.25 ഗ്ലാസ് പഞ്ചസാര ഇടുന്നുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് പഞ്ചസാര ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ 1.25 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞൊരു മീഡിയം മധുരമാണ് കേട്ടോ. അപ്പം ഒരുപാട് മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1.5 അല്ലെങ്കിൽ 1.25, 2 ഇടാം. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 2 വിസിൽ കേട്ടോ. അതിന് ശേഷം ഓഫ് ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. 2 വിസിൽ വന്നിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്തിടുകയാണ് കേട്ടോ. നമുക്ക് ഇനി ഇതിൻ്റെ പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരമായി ചൂടാറി കാണും മിക്കവാറും. അതെ, ചൂടാറിയിട്ടുണ്ട്. ഷുഗർ സിറപ്പും കൂടെ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിലിടുന്നത്. അപ്പോൾ രണ്ടാമത് പിന്നെ വേറെ പാത്രത്തിൽ ഷുഗർ സിറപ്പ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. ഇത് പിന്നെ അരിച്ചെടുക്കണം കേട്ടോ, കാരണം ഇതിൻ്റെ ഉള്ളിൽ നാരുകളൊക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാൻ വേണം അവസാനം. ഞാനിവിടെ നമ്മുടെ മാങ്ങ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കണം. നല്ല നൈസായിട്ടുള്ള അരിപ്പയാണെന്നുണ്ടെങ്കിൽ അതിലൊട്ടും തന്നെ നാരുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഒരു പാത്രം എടുക്കാം, അതിലോട്ട് നമുക്ക് കുറച്ചായിട്ട് അങ്ങ് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നിറയെ വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ശരിക്കും ഡൈല്യൂട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഫ്രൂട്ടിയുടെ ആ കൺസിസ്റ്റൻസി വരുള്ളൂ. അതിന് ശേഷം മാത്രം നമുക്ക് മധുരം നോക്കിയിട്ട് മധുരം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഡയറക്റ്റായിട്ട് പഞ്ചസാര ഇടണ്ട. അപ്പോൾ നന്നായിട്ട് ഇതങ്ങ് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് ടേസ്റ്റ് വരിക കേട്ടോ. ഇപ്പോൾ തന്നെ കഴിക്കുന്നേക്കാളും നല്ലത് കുറച്ച് നേരം 2 മണിക്കൂർ നേരമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഇരിക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ ഇത് നമുക്ക് ഡൈല്യൂട്ടൊക്കെ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. ഇപ്പോൾ പൾപ്പ് മൊത്തത്തിൽ എനിക്ക് കിട്ടിയത് 1.5 ലിറ്റർ പൾപ്പാണ് കിട്ടിയിരിക്കുന്നത്. പൾപ്പ് മാത്രമായിട്ട് 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് അരച്ചപ്പോൾ 1.5 ലിറ്റർ പൾപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാനുണ്ട്. കുറച്ച് അല്പം ഉപ്പിടണം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മൾ എന്ത് സാധനം ഇടുമ്പോഴും. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്രൂട്ടിയിൽ ഒരു സിട്രിക് ആസിഡാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ലെമൺ ജ്യൂസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ സിട്രിക് ആസിഡ് ഒന്നും ഉണ്ടാവില്ല, വാങ്ങിക്കാൻ കയ്യിലുണ്ടാവില്ല മിക്കവാറും. എൻ്റെ കയ്യിലൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ സിട്രിക് ആസിഡ് ഉണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂൺ ഇട്ടോളൂ.
അപ്പോൾ ഇത്രയും ഇതിനുള്ളിലത്തെ ഫൈബേഴ്സ് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരങ്ങ് പിഴിഞ്ഞ് കൊടുക്കണം. ഞാനിപ്പോൾ തൽക്കാലം ഒരു പകുതി ചെറുനാരങ്ങയുടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചൂടോടുകൂടി ചെറുനാരങ്ങ നീര് ഒഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ആ കുക്കർ തുറന്ന ഉടനെ തന്നെ അതിലൊഴിച്ച് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടെ നേരം ഇരുന്ന് കുക്ക് ആയിക്കോളൂ. ഞാനിപ്പോൾ അരച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. തണുത്ത വെള്ളമാണ് തിളപ്പിച്ചാറിയത്. അപ്പോൾ നമുക്ക് ഒരു 1 2 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആണ്. ഒരുപാട് വെള്ളം ആദ്യം തന്നെ കോരി ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഫ്രൂട്ടി കുടിക്കുമ്പോഴത്തെ കൺസിസ്റ്റൻസി അറിയില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ഈ ഒരു ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ മധുരമൊക്കെ നോക്കട്ടെ. കൊള്ളാം. ഒരല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഒട്ടും ചേർത്തിട്ടില്ല, ഒരു നുള്ളു മാത്രം മതി. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, തണുക്കണം, അപ്പോഴേ കറക്റ്റ് അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ആത്തൂന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ആത്തു കറക്റ്റ് മധുരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് 1 ഗ്ലാസ് പഞ്ചസാര മതിയാവും. ഇത് മീഡിയം മധുരമാണ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 ഗ്ലാസ് മുതൽ 2 ഗ്ലാസ് വരെ ആവാം പഞ്ചസാര. പക്ഷെ അത് ഓവർ മധുരമായിട്ട് മാറും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അത്രയും എളുപ്പമല്ലേ ഈ സംഭവം ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ടി ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അപ്പം തന്നെ കഴിക്കുമ്പോഴേ എന്താ പറ്റുമെന്ന് അറിയാമോ, ഒരു വെള്ളച്ചൊവ പോലെ നമുക്ക് തോന്നും. ഒരു വെള്ളത്തിൻ്റെ ചൊവ മുന്നോട്ട് നിൽക്കുന്ന പോലെ ഫീലിംഗ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ 2 മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും നല്ല കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ ഒഴിച്ച് വെക്കേണ്ടത് ആ പാത്രത്തിൽ ഒഴിച്ചങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ സെർവ് ചെയ്യാം. ഫൈനലായിട്ട് ഒന്നും കൂടെ ഞാൻ എന്നിട്ട് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, നമ്മൾ ചേർക്കുന്ന പച്ചമാങ്ങയുടെ പുളി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരുപാട് പുളിയാണെങ്കിൽ 1 മാങ്ങ ചേർത്താൽ മതി, അല്ലെങ്കിൽ പുളി കൂടുതലാവും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഇപ്പോൾ റമദാൻ സമയമല്ല, അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയാണെങ്കിൽ ഒരു 3 ദിവസമൊക്കെ വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും, കേടാവില്ല. പിന്നെ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഈ ഗ്ലാസിൻ്റെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഗ്ലാസിൻ്റെ ജാറിലോട്ടങ്ങ് ഒഴിച്ച് വയ്ക്കാം. ഗ്ലാസിൻ്റെ ജാറ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിൽ ഒഴിക്കണമെന്നേ ഉള്ളൂ. ഞാനിട്ടിടും. നന്ദുവിന് ഒഴിക്കണമെന്ന്. നന്ദു ഒഴിച്ച് കഴിഞ്ഞാൽ മുഴുവനും കംപ്ലീറ്റ് വേഗം ഒഴിക്കും. ഇത് ഇവിടെ നിന്ന് പുറത്തേക്കൊന്നും ആവാൻ പാടില്ല കേട്ടോ. നന്ദുക്കുട്ടനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറച്ചും കൂടി വെച്ചു. ഓക്കെ, താങ്ക് യു. കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഈസി പീസി ആണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. കുട്ടികൾക്ക് കൊടുത്തിട്ട് കുട്ടികളുടെ ഫീഡ്ബാക്ക് എൻ്റെ അടുത്ത് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ. അതെന്തെടുക്കണേ? ടേസ്റ്റ് ഹോം മെയ്ഡ് ഫ്രൂട്ടി. താങ്ക് യു. ചിയേഴ്സ്. തണുപ്പുണ്ടോ? Thank you. It's not that good. It's this good. Wow. It's very natural good. Thank you. കുടിച്ചോട്ടാ. എല്ലാവർക്കും കൊടുക്കട്ടെ ട്ടാ. Okay? Hey, here's have some. എല്ലാവരോടും കുടിച്ചോളാൻ എൻ്റെ മോൻ പറയുന്നു. കുടിച്ച് കിട്ടി. നമ്മുടെ ഫ്രൂട്ടി ഇവിടെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു. എൻ്റെ മോൻ ദാ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. യു ഫിനിഷ്? താങ്ക് യു. Best fruity in the world. Sure, enjoy. വൺ ഡേ ഇൻ അവർ ലൈഫ് എന്നൊക്കെ പറയില്ലേ, അതെ. ആ വീട് പഠിത്തത്തിൻ്റെ പുസ്തകം അല്ലേ, ഇത് ആത്തുവിൻ്റെ പഠിത്തത്തിൻ്റെ പുസ്തകമാണ് അല്ലേ. വീണയുടെ എക്സ്പെരിമെൻറ്റ്, മാംഗോ ഫ്രൂട്ടി, അതിൻ്റെ അവശിഷ്ടം, അവിടെ കല, ഇവിടെ കൊല, ഇവിടെ ഷൂട്ടിങ് ആൻഡ് എഡിറ്റിംഗ്, പിന്നെ
വേറൊരാള് ഇതേ ഐപാഡ് കണ്ട് മോമോസ് ഉണ്ടാക്കണ ചെവിയിൽ വെച്ചിട്ടില്ലേ സൗണ്ടില്ലാണ്ട് കാണുന്നു. എന്താണ് അടുത്ത ആള് വെറുതെ ഇരുന്നിട്ട് ഓഡിയോ ബുക്ക് കേൾക്കണം. വിച്ച് ബുക്ക് ആർ യു ഹിയറിംഗ് ആത്തു? Brissinger. Brissinger. And neither will I. And with that, she jumped back into the. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നടക്കാൻ പോകുന്നു. ബൈ.